ന്യൂസ് ക്ലിക്കിലെ മുൻ മാധ്യമപ്രവർത്തക അനുഷ അപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എഡിറ്ററെ ഇപ്പോൾ വിട്ടയച്ചിട്ടുണ്ട്. വലിയൊരു പോസിറ്റീവ് സൈനായിട്ട് കാണുന്നുണ്ടോ? ഉറപ്പായിട്ടും ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ് അദ്ദേഹത്തെ വിട്ടയച്ചു എന്നുള്ളത് കാണുന്നത്. കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു ലോങ് ഫൈറ്റ് ആണ് എന്നുള്ളതാണ് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ പ്രബീർ പറഞ്ഞിട്ടുള്ളത്. അതെ, ഒരു വലിയൊരു ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു ഫൈറ്റാണ്. അത് ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും, കോർട്ടിൽ ഇനി കാണാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിനെ മുന്നോട്ട് നോക്കി കാണുന്നു. അതുപോലെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു. നീണ്ട ജയിൽവാസം ഒക്കെ എന്തായാലും കുറ്റവിമുക്തനാക്കിയിട്ടില്ല, ഇപ്പോഴും അതിൽ തന്നെ തുടരുകയാണ്. സ്വാഭാവികമായിട്ട് ഇതെന്താണ് ഇപ്പോൾ ഒരു ജാമ്യത്തിലേക്ക് നയിച്ചതെന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ് അനുഷ കരുതുന്നത്? ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രൽ ബോണ്ട്സിൻ്റെ വിഷയത്തിലൊക്കെ വളരെ വലിയൊരു വൻ തിരിച്ചടിയാണ് ഇപ്പോൾ കേന്ദ്രത്തിന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് പല പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. കശ്മീർ എന്നുള്ള ജേർണലിസ്റ്റിനെയും ഒക്കെ ഇന്നലെ വിട്ടയക്കുകയുണ്ടായി. അതിന് തലേ ദിവസമാണ് നമ്മുടെ ഗൗതം നവലഖന് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് കണ്ടു തുടങ്ങുന്നുണ്ട്. കോടതിക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഈ കേന്ദ്രം ഈ ഏജൻസികളെ, സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുകളിൽ ഒരു വയലൻസ് നടത്തുന്നതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വിൻഡ് ഷിഫ്റ്റിംഗ് എന്നുള്ളത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു 2014-ലോ 2019-ലോ ഉള്ള ഒരു വലിയൊരു എന്താ പറയുക, മോദി നെഹി തോ കോൻ ഹൂ എന്ന് പറയുന്നൊരു സാധനം നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതില്ല എന്നുള്ളതും അതിലൊരു വലിയ മാറ്റം വരുന്നുണ്ടെന്നുള്ളതൊക്കെ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുസ്ലിം പോപ്പുലേഷനൊക്കെ ഞാനെതിരെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരാളല്ല നമ്മുടെ പ്രൈം മിനിസ്റ്റർ. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല, ഞാനങ്ങനെ ഒരിക്കലും പറയുകയില്ല എന്നൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. മാത്രമല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള അദാനി അംബാനിയൊക്കെ തിരിച്ച് പിന്നെ എന്താ പറയുക, കോൺഗ്രസിനാണ് പൈസ കൊടുത്തതെന്നും. അതെ അല്ല, ഞാൻ ഈ ലാപ്ടോപ്പ് ഒക്കെ പിടിച്ചെടുത്തത് തിരിച്ചു കിട്ടാൻ അത് എന്താണ് അതിൻ്റെ ഒരു ഭാവി നടപടി? അതിൽ നിങ്ങൾ സംശയിക്കുന്നു? അതെ, ഞാനിപ്പം മൂവ് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്, കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അത് ന്യൂസ് ക്ലിക്ക് പ്രോപ്പർട്ടി ആയിരുന്നില്ല. കൊണ്ടുപോയ ഫോണോ ലാപ്ടോപ്പോ ഒന്നും തന്നെ ന്യൂസ് ക്ലിക്കിൻ്റെ പ്രോപ്പർട്ടി അല്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും റെയ്ഡ് ചെയ്ത് സീസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. അതൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടാനും പോകുന്നില്ല. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരുടെയും ന്യൂസ് ക്ലിക്കിൻ്റെതല്ലാത്ത പല പ്രോപ്പർട്ടീസ് ഇതുപോലെ സീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ നിയമപരമായിട്ട് നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതുവരെയും കിട്ടിയിട്ടില്ല, അത് അവരുടെ കയ്യിൽ തന്നെയാണ്. കോടതിയിലേക്ക് പോകാനുള്ള ഒരു നടപടി എങ്ങനെയാണ്? ബാക്കി കാര്യങ്ങളിലേക്ക് സാധനം തിരിച്ചിട്ട് പേര് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം നിലവിൽ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു റെസ്പോൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പം ഫർദറായിട്ട് കൊടുക്കുന്നതായിരിക്കും. നിർബന്ധമായിട്ടും കൊടുക്കില്ല? അതെ, കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു തിരിച്ചുപോക്ക് ഡൽഹിയിലേക്ക് അടുത്ത തന്നെയുണ്ട്. അതെ, പ്രബീറിനെ കാണുന്നുണ്ട്? ഉറപ്പായിട്ടും. പിന്നെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹത്തെ കാണുക എന്നുള്ളതാണല്ലോ. നിലപാട് വ്യക്തമാക്കി സന്തോഷത്തിലാണ് എഡിറ്റർ ജയിൽ മോചിതൻ ആയതിൽ അനുഷ. എന്തായാലും നിയമ പോരാട്ടം തുടരും. ഇത് കൂടാതെ തന്നെ പറഞ്ഞു വെക്കുന്നത് അധികാരത്തിൽ BJP വരില്ല എന്നാണ് അനുഷ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ, ന്യൂസ് ക്ലിക്കിലെ മുൻ മാധ്യമപ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാർ, 24 പത്തനംതിട്ട.